പൊന്നാനി സുന്ദരിയായി തുടരുന്നു എന്ന വാർത്തയ്ക്കെതിരെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം പി നിസാർ രംഗത്ത്. പൊന്നാനിയിൽ മാലിന്യം കുമിഞ്ഞുകൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ സംബന്ധിച്ച് കേരള വിഷൻ വാർത്തയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം വിശദീകരണം നൽകി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പൊന്നാനി മിടുക്കിയാണെന്നും സുന്ദരിയാണെന്നുമാണ് പൊന്നാനിയുടെ ബഹുമാനപ്പെട്ട ചെയർമാനും ഒരു പ്രമുഖ അച്ചടി മാധ്യമവും പറയുന്നത്. നമുക്ക് പൊന്നാനിയുടെ യഥാർത്ഥ മുഖമെന്തെന്ന് എല്ലാവർക്കും ഒന്ന് കണ്ടുനോക്കാം. പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചമ്പ്രോടൻ ജംഗ്ഷൻ സമീപത്തെ വിജയമാതക്ക് സമീപമുള്ള ഇടത്തോടിന്റെ സംഗമിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം കണ്ടിട്ടാണ് പൊന്നാനി നഗരസഭയുടെ ചെയർമാൻ പറയുന്നത് പൊന്നാനി മിടുക്കിയാണ് എന്ന്, പൊന്നാനി സുന്ദരിയാണ് എന്ന്. ആർക്കാണ് ഇത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുക? അത്രയും ദയനീയമായ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ ആദ്യമായി ഡിഫ്തീരിയ രോഗം വരെ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. പൊന്നാനിയിലെ ശുചീകരണ പ്രവർത്തനത്തിന്റെ അലംഭാവത്തിന്റെ മികച്ച ഉദാഹരണമായിരുന്നു അത്. ഇത്തരത്തിലുള്ള അവസ്ഥ കണ്ടിട്ടാണ് ഒരു പ്രമുഖ പത്രം ഇത് പൊന്നാനി മിടുക്കി 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 എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഈ മാലിന്യ പ്രശ്നം പൊന്നാനിയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം കാണുക, അതാണ് ഏറ്റവും ആധികാരികമായി വേണ്ടത്. നമുക്കൊരു 5 ഏക്കർ സ്ഥലമുണ്ട്, മറ്റു ഒരുപാട് സ്ഥലങ്ങൾ പൊന്നാനിക്കുണ്ട്. ഒരു സമഗ്രമായ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ നൂതനമായ ആശയങ്ങളോ കൊണ്ടുവരാൻ നഗരസഭാ ചെയർമാൻ തയ്യാറാണ്. പ്രതിപക്ഷം എന്ന നിലയിൽ 100% ഞങ്ങൾ അതിന് മുന്നിൽ തന്നെ നിൽക്കും. ആ ഒരു പദ്ധതിയാണ് പൊന്നാനിക്ക് അനിവാര്യമായ മാലിന്യ സംസ്കരണം എന്ന ഒരു നല്ല സംസ്കാരമാണ് ആവശ്യമായി.